നമുക്കിനി പോവേണ്ടത് പാലക്കാട്ടേക്കാണ്. പാലക്കാടിൻ്റെ രാഷ്ട്രീയ ചരിത്രം ഞാൻ പറയാതെ തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിലുണ്ടാവും. അത്രയേറെ സങ്കീർണമായിരുന്നു. അപ്പോൾ പാലക്കാടിൻ്റെ ഇന്നത്തെ ഒരു ദിവസത്തെ രാഷ്ട്രീയ വിശകലനവുമായി സന്തോഷ് സർലിങ്ങും ഒപ്പം തന്നെ തികഞ്ഞ വിജയപ്രതീക്ഷ നമ്മളോട് പങ്കുവയ്ക്കുവാൻ സ്ഥാനാർത്ഥി NMR റസാഖും നമ്മളോട് ചേരുകയാണ്. സന്തോഷ് സർലിങ്, വളരെയധികം സജീവമായ സങ്കീർണമായ സമയമാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഒരു ദിവസം മുന്നോട്ട് പോവുക? സ്ഥാനാർത്ഥിയുടെ വിജയപ്രതീക്ഷ എത്രത്തോളം ശക്തമാണ്? ഗുഡ് മോർണിംഗ് സിദ്ധൂരി. 12 നിയമസഭാ മണ്ഡലങ്ങളാണ് പാലക്കാട് ജില്ലയിലുള്ളത്. പക്ഷേ ഈ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ശ്രദ്ധേയമായത് നഗരത്തിലെ മണ്ഡലമായ പാലക്കാട് നിയമസഭാ മണ്ഡലം തന്നെയാണ്. ഏറ്റവും അവസാനം ഇടതുപക്ഷ സ്വതന്ത്ര സ്ഥാനാർത്ഥിയുടെ വരവ്, പിന്നീടൊക്കെ അദ്ദേഹം വേഗത്തിൽ വോട്ടർമാർക്കൊക്കെ ചിരപരിചിതനായി മാറുകയും സാമൂഹ്യ മാധ്യമങ്ങളുടെ ഇടപെടലിലൂടെയൊക്കെ സംസ്ഥാനം മുഴുവൻ ഉറ്റുനോക്കുകയൊക്കെ ശ്രദ്ധേയമായി മാറുകയൊക്കെ ചെയ്ത ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് NMR റസാഖ്. അപ്പോൾ എല്ലാവരും നമ്മളോടിപ്പോൾ ഈ ജില്ലയിൽ നിന്നാകുമ്പോൾ എല്ലാവരും ചോദിക്കുന്നത് പാലക്കാട് ആര് ജയിക്കും എന്നാണ്. അത്രയേറെ ആകാംക്ഷയോടുകൂടി ഇപ്പോൾ ഈ കേരള രാഷ്ട്രീയം തന്നെ ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലമായി പാലക്കാട് നിയോജക മണ്ഡലം മാറിയിരിക്കുന്നു. അതിന് പല കാരണങ്ങളുണ്ട്. അതിന് മുമ്പുണ്ടായിരുന്ന MLA യുടെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷേ പ്രചരണം ആരംഭിച്ചപ്പോൾ ഇടതുപക്ഷം തികച്ചും അപ്രതീക്ഷിതമായി നിർത്തിയൊരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയുടെ NMR റസാഖിൻ്റെ സാന്നിധ്യം എന്തായാലും ആ ശ്രദ്ധാകേന്ദ്രമായ ആ സ്ഥാനാർത്ഥി തന്നെ ഇപ്പോൾ നമ്മളോടൊപ്പമുണ്ട്. കഴിഞ്ഞ ഒരു ഏകദേശം 23-24 ദിവസം നീണ്ട കടുത്ത പ്രചരണങ്ങൾ, അതിനുശേഷവും പക്ഷേ അദ്ദേഹം വിശ്രമത്തിലൊന്നുമല്ല. കഴിഞ്ഞ ദിവസവും നമ്മൾ കണ്ടു പാലക്കാടിലെ സ്ട്രീറ്റിൽ ഈ ഗ്യാസ് വിലവർദ്ധനവിനെതിരെയൊക്കെ സമരം ചെയ്യുന്നതൊക്കെ. അങ്ങനെ സജീവമായി തന്നെ പാലക്കാടിൻ്റെ പൊതുപ്രവർത്തന മേഖലയിൽ അദ്ദേഹമുണ്ട്. നാളെ വോട്ടെടുപ്പാണ്, വോട്ടെണ്ണലാണ്. അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷകൾ നമുക്കറിയാം. സെക്രട്ടറി, എങ്ങനെയാണ് ഇപ്രാവശ്യത്തെ പ്രതീക്ഷകൾ? നാളെ വോട്ടെണ്ണൽ വരെ നടക്കുകയാണ്. എല്ലാവരും ചോദിക്കുകയാണ് ഈ മണ്ഡലം എങ്ങനെയുണ്ട്? പാലക്കാട് മണ്ഡലം ഇടതുപക്ഷം തിരിച്ചു പിടിച്ചിട്ടുണ്ടാവും. പാലക്കാട് 2026 നിയമസഭയിൽ നിന്ന് ഇടതുപക്ഷത്തിൻ്റെ ഒരു MLA നിയമസഭയിലെത്തും. കാരണം പാലക്കാട് പിടിക്കുക എന്ന് പറയുന്നത് ഈ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയാസമാണെന്ന് കഴിഞ്ഞ കുറേ ദിവസം പല തന്ത്രങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്രാവശ്യം അതുകൊണ്ട് തന്നെ സ്വതന്ത്ര സ്ഥാനാർത്ഥി എങ്ങനെയാണ് ആ ക്ഷീണം? അതൊക്കെ എല്ലാവർക്കും അറിയാൻ ആഗ്രഹമുണ്ട്. ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ തന്നെ ഇപ്പോൾ പറയുന്ന സംഭവമില്ല, കഴിഞ്ഞ പ്രാവശ്യത്തെ MLA-യുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ ഒരു ജനങ്ങളുടെ ഇടയിൽ ഒരു മടുപ്പ് ഉളവാക്കിയിട്ടുണ്ട്. പിന്നെ 10-15 കൊല്ലം 4 പ്രാവശ്യമായി തിരഞ്ഞെടുത്ത് ഒരു പാർട്ടിയുടെ MLA ഇവിടെ വന്നിരുന്നു. അപ്പോൾ അതിനൊരു മാറ്റം വേണമെന്നുള്ള ആഗ്രഹം നമ്മൾ തിരഞ്ഞെടുപ്പ് പ്രചരണ വഴിയിൽ ആൾക്കാരെ കാണുമ്പോൾ തന്നെ അവരുടെ മനസ്സിൽ നിന്ന് വായിച്ചെടുക്കാൻ കഴിയും. അതൊക്കെ നമുക്ക് വോട്ടായി മാറുമെന്നുള്ളത്. പിന്നെ നമ്മളൊരു പൊതു നിലപാട് വെച്ചിട്ടാണ് വോട്ട് ചോദിച്ചിരുന്നത്. ആ നിലപാടിനുള്ള അംഗീകാരമായിട്ട് അത് കിട്ടുമെന്നാണ് ഉറപ്പ്. ഇനി മേഖല തിരിച്ചാൽ അത് വേറൊന്നുമല്ല, ഉപതെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് തന്നെ പിരാരി, കണ്ണാടി എന്നൊക്കെ എല്ലാവർക്കും, കേരളത്തിലെ എല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ മേഖലകളിലൊക്കെ നമുക്കെങ്ങനെ, പ്രത്യേകിച്ച് നഗരത്തിലുള്ള സ്വാധീനം നമുക്കറിയാം. അത് എങ്ങനെയാണ്, ഏതൊക്കെ മേഖല എവിടേക്കും വോട്ട് വർദ്ധിക്കുക എന്നാണ് പ്രതീക്ഷ? നമ്മുടെ ഈ മണ്ഡലത്തിൻ്റെ മുഴുവൻ ഭാഗത്തു നിന്ന് വോട്ട് വർദ്ധിച്ചാലാണ് ഒരു വിജയം കിട്ടുക. അല്ലാതെ ഏതെങ്കിലും ഒരു ഭാഗത്ത് വോട്ട് കമ്മിയായാൽ പോലും വിജയത്തിന് ബാധിക്കും. പക്ഷെ മണ്ഡലത്തിൻ്റെ മുഴുവൻ ഭാഗത്തു നിന്നും നിലവിലുള്ളതിനേക്കാളും വലിയ തോതിലുള്ള വോട്ട് കിട്ടും എന്നുള്ളത് തന്നെയാണ് നമ്മൾ പാർട്ടി നടത്തിയ പരിശോധനയിലും അല്ലാതെ വ്യക്തിപരമായി നമ്മളൊക്കെ നടത്തിയ പരിശോധനകളൊക്കെ കിട്ടിയിരിക്കുന്ന അത്രയാണ്. വളരെ നല്ല രീതിയിൽ തന്നെ ഓരോ ഭാഗത്തു നിന്നും നമ്മൾ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള വോട്ട് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഈ പ്രചരണത്തിന് സമയത്ത് എങ്ങനെയുണ്ടായിരുന്ന അനുഭവം? ആൾക്കാരുടെ ഏതെങ്കിലും മറക്കാൻ പറ്റാത്ത ഏതെങ്കിലും ഓർമ്മകളുണ്ടോ? ഒരുപാട് അനുഭവങ്ങൾ എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് ഒരുപാട് പ്രതീക്ഷകളുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ഈ പരിസരവാസിയാണ്, പാലക്കാട്ടുകാരനാകുമ്പോൾ നമ്മളെടുത്ത് അവർ ഇടപഴകുന്ന രീതിയും മറ്റുള്ളതൊക്കെ അവരുടേതായിട്ടുള്ള സ്വന്തം ഒരു അംഗത്തിനെ പോലെ, വീട്ടിലെ അംഗത്തിനെ പോലെ അല്ലെങ്കിൽ അയൽക്കാരനെ പോലെ, സഹോദരനെ പോലെയൊക്കെ അവർ ഇടപഴകിയിട്ട് അവർ പറയുന്ന പല വിഷയങ്ങളും നമുക്ക് മനസ്സിൽ വിഷമമുണ്ടാക്കുന്നതും സന്തോഷം തരുന്നതുമായ അനേകം വിഷയങ്ങളുണ്ട്. ചെറിയൊരു കാര്യം കൂടി, ഈ ഗ്രാമങ്ങളിൽ കൂടിയൊക്കെ തന്നെ വോട്ടിന് പോകുമ്പോൾ അവിടുത്തെ കൗമാര യുവത്വങ്ങളൊക്കെ കളിക്കളങ്ങൾ തേടുന്നു എന്നുള്ളൊരു പ്രതീക്ഷ തരുന്നതാണ്. അതുപോലെ കളിസ്ഥലങ്ങൾ, നമ്മളൊക്കെ മൊബൈലിൽ അടിമയായി എന്നൊക്കെ പറയുന്ന ഈ ഘട്ടത്തിൽ ഞാൻ പോയ സമയത്തൊക്കെ അത് നമുക്ക് വലിയൊരു സന്തോഷം കിട്ടിയൊരിതായിരുന്നു. കളിക്കളങ്ങളും കളി ഉപകരണങ്ങളും അവർ തേടിക്കൊണ്ടിരിക്കുന്നുണ്ട്, ആവശ്യപ്പെടുന്നുണ്ട് എന്നൊക്കെ പറയുന്നത് വലിയ സന്തോഷം തരുന്നത്. പക്ഷേ അതേപോലെ വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നൊക്കെ അവരുടെ ആവശ്യങ്ങൾ പലതും, ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ വിക്ടോറിയ കോളേജിൽ ഒരു സയൻസ് ബ്ലോക്ക് എനിക്കൊന്ന് ഗവൺമെൻറ് അനുവദിച്ചിട്ട് പൂർത്തിയാകാതെ നിൽക്കാതെ തോന്നുന്നു. EMS-ൻ്റെ പേരിലൊരു സയൻസ് ബ്ലോക്ക്, ഒരു സയൻസ് ബ്ലോക്ക് വേണമെന്നുള്ളത് അവിടുത്തെ അധ്യാപകരുടെ, അവിടുത്തെ വിദ്യാർത്ഥികളുടെ ഒക്കെ ഒരു ആഗ്രഹമാണ്. അതേപോലെ കേട്ടാൽ ചെറുത് എന്ന് തോന്നിക്കുന്ന, മുമ്പ് ഇവിടെ പറഞ്ഞിട്ടുണ്ടോ എന്നറിയില്ല,
അവിടെ ഇരിക്കുന്ന ഓരോ ബ്ലോക്കുകളിലെയും വിദ്യാർത്ഥിനികൾ അവരുടെ ഈ വാഷ്റൂമിലേക്ക് പോകുന്നത് വേറൊരു ബ്ലോക്കിലേക്ക് അവർ കോമൺ ആയിട്ട് അപ്പോൾ അവർ പറയുന്നത് അതത് ബ്ലോക്കുകളിലെങ്കിലും നമുക്കൊരു വാഷ്റൂം ഉണ്ടാക്കി തരും. അപ്പോൾ നമുക്ക് ഈ കേൾക്കുമ്പോൾ ചെറുതായി തോന്നുന്ന കാര്യങ്ങളിൽ അവിടെ അവരനുഭവിക്കുന്നത്, കാരണം വിക്ടോറിയ കോളേജുകൾക്ക് വലിയൊരു ക്യാമ്പസാണ്. അവിടെ ഒരു ബ്ലോക്കിൽ നിന്ന് അടുത്ത ബ്ലോക്കിലേക്ക് പോയി കോമൺ ഫെസിലിറ്റിക്കൊക്കെ പോകുമ്പോഴുള്ളൊരു പ്രയാസം അവർ പറയുന്നത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുപോലെ കുട്ടികൾക്ക് നൈപുണ്യ വികസന കേന്ദ്രങ്ങൾ ഇവിടുത്തെ തന്നെ പഠിച്ചു കഴിഞ്ഞാൽ ഇവിടെ തന്നെ തൊഴിൽ കിട്ടാനുള്ള എല്ലാ സാഹചര്യങ്ങളെ കുറിച്ച് അവർ ചോദിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെയാണ് നമ്മൾ ടൗൺ ഹാളുമായി ബന്ധപ്പെട്ട ടൗൺ ഹാളൊക്കെ ഈ പൊതുജനത്തിന് ടൗൺ ഹാളുമായി ബന്ധപ്പെട്ടത് ഏറ്റവും വലിയ വിഷയമാണ്. പക്ഷേ ഓരോ വ്യക്തികളുടെ ഭാഗത്തും വീടുകളുടെ ഭാഗത്തേക്ക് പോകുമ്പോൾ അവർക്ക് അതൊരു വിഷയമായി തോന്നില്ല. അല്ലാതെ തന്നെ ഇപ്പോൾ കുടിവെള്ള പ്രശ്നങ്ങൾ പല ഭാഗങ്ങളിലും ചോദിക്കുന്നുണ്ട്, റോഡിൻ്റെ പ്രശ്നങ്ങൾ പല ഭാഗത്തും ചോദിക്കുന്നുണ്ട്. പലതും ന്യായമായ കാര്യങ്ങളാണ്. അതിലേക്കൊന്നും നമ്മളെ മുഴുവൻ ശ്രദ്ധ എത്തപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ അറിയുന്നത്. പിന്നെ ചിലതൊക്കെ ഈ വകുപ്പുകൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ, ഇപ്പോൾ നമുക്ക് പുതുപ്പള്ളി തെരുവിലെ അറവുശാല പ്രശ്നം എന്ന് പറയുന്നത് പരിഹരിക്കേണ്ട പ്രശ്നമാണ്. അവിടെ 2 വകുപ്പുകൾ തമ്മിലാണ്. നഗരസഭയും മറ്റുള്ളവരൊക്കെ നിരന്തരം പരിശ്രമിക്കുന്നുണ്ട് പറഞ്ഞു, പക്ഷേ 2 വകുപ്പുകൾ തമ്മിലുള്ള പ്രശ്നമാണ്. അതൊക്കെ ഒരു പക്ഷേ പാലക്കാട്ടിലെ MLA ഭരണപക്ഷത്തുള്ള MLA ആണെങ്കിൽ അത് പണ്ടേ തീർക്കാൻ പറ്റുന്നതായിരുന്നു. ഭരണപക്ഷത്തുള്ള MLA എന്നല്ല, അതിന് ശ്രദ്ധ കൊടുക്കുന്ന MLA ആണെങ്കിൽ പണ്ടേ തീർക്കാൻ പറ്റുന്നൊരു വിഷയമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അത് 2 ഡിപ്പാർട്ട്മെൻറ്റുകൾ തമ്മിലൊരു വിഷയമായിട്ടാണ്, നഗരസഭയും റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ടൊരു വിഷയമായിട്ട് തന്നെ നിൽക്കുകയാണ്. വളരെ നന്ദി ഇത്രയും സമയം നൽകിയാൽ. അതായത് ദൈവം സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഈ പ്രചരണത്തിനിടയിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ, പലരുടെ ആവശ്യങ്ങൾ, ഇതൊക്കെ വെച്ച് ഒരു കൃത്യമായ പ്രവർത്തന റിപ്പോർട്ട് എൻ്റെ മനസ്സിലുണ്ട് എന്നാണ് തോന്നുന്നത്. വിജയിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, ഏതൊക്കെ മേഖലയിൽ ഇടപെടണം എന്നതാണ്. എന്തായാലും ഇനി വോട്ടെണ്ണലിന് പറഞ്ഞാൽ ഒരു ദിവസമുണ്ട് എന്നതിനേക്കാളേറെ ഇനി മണിക്കൂറുകളുണ്ട് എന്ന് പറയുന്നതായിരിക്കും. കാരണം അത്രയേറെ ആകാംക്ഷ ജനിപ്പിക്കുന്ന തരത്തിലേക്ക് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് കടന്നിരിക്കുന്നു. എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട ഈ ശ്രദ്ധാകേന്ദ്രമായ സ്ഥാനാർത്ഥി തന്നെ നമ്മളോട് അദ്ദേഹത്തിന്റെ വിശേഷങ്ങളും വ്യക്തമാക്കിയിരിക്കുകയാണ്. സിന്ദൂരി. സന്തോഷ് പറഞ്ഞതുപോലെ തന്നെ ഈ അവിടെ വലിയ ആശങ്കകളൊന്നുമില്ല, വിജയം ഉറപ്പാണ്. അങ്ങനെ ഉറപ്പായ വിജയത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടപ്പിലാക്കേണ്ടത്, തൻ്റെ ജനത എന്തൊക്കെയാണ് ആവശ്യപ്പെടുന്നത്, അതിനെക്കുറിച്ചുള്ള ഒരു വ്യക്തമായ ചിത്രവും അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം തികഞ്ഞ വിജയ പ്രതീക്ഷയിലാണെന്ന കാര്യത്തിൽ സംശയമില്ല. പാലക്കാട് നമുക്കറിയാം വളരെ വലിയ തരത്തിലുള്ള രാഷ്ട്രീയ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയ ഒരു ജില്ല കൂടിയാണ്. അപ്പോൾ അവിടുത്തെ ജനമനസ്സ് എന്താണെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുണ്ട് എന്ന കാര്യത്തിലും സംശയമില്ല.